Hi friends, welcome back to Am Home. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ഔട്ട്ഡോർ വീഡിയോ ആയിട്ടാണ്. ഒരു വീക്കെൻഡ് വ്ലോഗാണ്. ഞങ്ങൾ UAE-യിൽ ബിൻ മാജിദ് ബീച്ച് റിസോർട്ട് റാസ് അൽ ഖൈമയിൽ ഒരു സ്റ്റേക്കേഷന് പോവാണ്. നെക്സ്റ്റ് ഡേ ഡ്രീം ലാൻഡ് വാട്ടർ തീം പാർക്കിൽ ഒരു വിസിറ്റും ഉണ്ട്. ഇത് ഞങ്ങൾക്കൊരു പാക്കേജ് ഡീലായിട്ട് കിട്ടിയതാണ്. ഈ ഒരു പാക്കേജ് ഡീലിനെ കുറിച്ചും അതിൻ്റെ റേറ്റ്സിനെ കുറിച്ചോ കൂടുതലായിട്ട് ഞങ്ങൾ വീഡിയോസിൻ്റെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞങ്ങൾ UAE-യിൽ ഉമ്മുൽ ഖുവൈൻ എന്ന് പറഞ്ഞ എമിറേറ്റിലാണ് താമസിക്കുന്നത്. ഉമ്മുൽ ഖുവൈൻ റാസ് അൽ ഖൈമയിലേക്ക് ഏകദേശം ഒരു 30 to 35 കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഹാഫ് ആൻ അവർ തന്നെ എടുക്കും അവിടെ എത്തിപ്പെടാൻ. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള പാക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻസ് ഒന്ന് നമുക്ക് കണ്ടുവരാം.
അപ്പോൾ ഞങ്ങളുടെ പാക്കിംഗ് സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾ കാണിച്ച ട്രോളി ബാഗ് പാക്കിംഗ് നമുക്ക് ഇതുപോലെ ട്രിപ്സിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. വളരെ സ്പേസ് സേവിങ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ അത്. മാത്രമല്ല നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഫോൾഡ് ചെയ്തെടുക്കുന്നു അതെല്ലാം നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വിസിബിൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ റാസ് അൽ ഖൈമയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 10 minutes കൂടെ പോകാനുണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ മജിദ് ബീച്ച് റിസോർട്ട് റാസ് അൽ ഖൈമയിൽ എത്തിയിരിക്കുകയാണ്. ഇത് അവിടുത്തെ എൻട്രൻസ് ആണ്. നല്ല ഡേറ്റ്സ് ട്രീസ് കൊണ്ടും ബുഷസ് കൊണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്. ഇപ്പോൾ സമയം 2:30. ഞങ്ങൾ ഒരു 2 o'clock ആയപ്പോഴാണ് ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത്. റിസപ്ഷനിൽ ഞങ്ങൾക്കൊരു 15 to 20 minutes ലാഗ് ഉണ്ടായിരുന്നു. ചെക്ക് ഇൻ ഫോർമാലിറ്റീസും മാത്രമല്ല ഞങ്ങളുടെ കൂടെ വേറെ 2 ഫാമിലീസ് കൂടെ ഉണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരും വന്നതിന് ശേഷം ആണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. ഇതൊരു ഓഫർ ടൈം ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം റഷ് ആയിരുന്നു റിസപ്ഷൻ ഏരിയ. ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. റിസപ്ഷനിന്ന് കുറച്ച് ദൂരെയാണ് നമുക്ക് റൂം കിട്ടിയത്. ഞങ്ങൾ ലഗേജസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 ഫാമിലീസും ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് 2 റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 2 റൂം അപ്സ്റ്റേഴ്സും ആണ് കിട്ടിയത്. 4 റൂംസും ഏകദേശം സെയിം ടൈപ്പ് തന്നെയായിരുന്നു, സെയിം ഫെസിലിറ്റീസ്. പിന്നെ 4 റൂംസിലുള്ള ബാൽക്കണി വ്യൂ അടിപൊളിയായിരുന്നു. ഇതുപോലെ ബാൽക്കണി ഓപ്പൺ ചെയ്ത് പോവുകയാണെങ്കിൽ ലോണിലേക്കും പിന്നെ അതുപോലെ തന്നെ പൂൾ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനുള്ള രീതിയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വ്യൂ ആണ്. നല്ല വെൽ ക്ലീൻഡ് ആയിട്ടുള്ള റൂമും ടോയ്ലറ്റും ഒക്കെ ആണ് കിട്ടിയത്. പിന്നെ ടോയ്ലറ്റ്രീസ് എല്ലാം ഫിൽഡ് ആണ്. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ തന്നെ റൂം സർവീസിൽ വിളിക്കുമ്പോൾ 5 minutes കൊണ്ട് തന്നെ അവരെല്ലാം അറേഞ്ച് ചെയ്തു തന്നു. നല്ല സർവീസും ആയിരുന്നു. ഇത് ഞങ്ങൾക്ക് അപ്സ്റ്റേഴ്സ് കിട്ടിയൊരു റൂമാണ്. 4 റൂമിലും കിട്ടിയിരുന്ന ബാൽക്കണി വ്യൂ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ റൂമിൽ ഒരു 5 to 10 minutes ഒക്കെ ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് പിന്നെ സ്വിംവെയർ ഇട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇത് ഞങ്ങളുടെ പൂളിന്റെ ഏരിയയിലാണുള്ളത്. റിസോർട്ടിലെ മെയിൻ പൂളാണിത്. ഇത് നിങ്ങൾക്ക് കാണാം, പൂളിൽ ഒരു ഏരിയ പൂൾ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ബാക്ക് സൈഡിലായിട്ട് കിഡ്സ് ഏരിയ ആണ്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് അന്ന് ഈവനിങ് മൊത്തം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. ഇത് വാട്ടർ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പൂളാണ്. നല്ല എന്റർടൈനിങ് ആയിരുന്നു. അവിടെ കിഡ്സ് ആണെങ്കിലും അഡൽട്സിന് ഒരുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. അങ്ങനെ ഒരു ഈവനിങ് 7 വരെ ഞങ്ങൾ ഈ പൂളിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ റൂമിൽ പോയി ഒരു 1 hour റെസ്റ്റ് ചെയ്ത് പിന്നെ ഒരു 9 ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ഇതാ റിസോർട്ടിലെ നൈറ്റ് വ്യൂ ആണ്.
ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ്സ് സെറ്റ് ചെയ്തതും പിന്നെ ആ ഒരു ബീച്ച് ഏരിയയുടെ സൈലൻസും എല്ലാം കൂടെ നല്ല രസമായിരുന്നു അതിലെ രാത്രി നടക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിനെ കുറിച്ച് അറിയണ്ടേ? ഇത് ഞങ്ങൾ കൊബോൺ എന്ന് പറഞ്ഞ സൈറ്റിൽ ഒരു പാക്കേജ് ഡീൽ കണ്ടിട്ട് ഈ റിസോർട്ടിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അന്നത്തെ ഓഫർ അനുസരിച്ച് 314 ദിർഹംസിന് 314 ഈ ഒരു റിസോർട്ടിൽ 1 നൈറ്റ് സ്റ്റേ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വാട്ടർ സ്പോർട്സ് ആയ കയാക്കിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് പാഡ്ലിംഗ് ഉള്ള ടിക്കറ്റ്സ്, പിന്നെ നെക്സ്റ്റ് ഡേ ഡ്രീം ലാൻഡ് വാട്ടർ തീം പാർക്കിൽ 2 അഡൽട്ട് ടിക്കറ്റും. അപ്പോൾ ഇതായിരുന്നു ആ ഓഫർ. ഈ സെയിം പാക്കേജ് തന്നെ നല്ല ഓഫേഴ്സിൽ ഇപ്പോഴും ഈ സൈറ്റ്സിൽ കാണാം. അങ്ങനെ ഞങ്ങൾ റാസ് അൽ ഖൈമ ഹംറ മോളിലെത്തി. ഫുഡ് കോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. പാപ്പ ജോൺ പിസ്സയും പിന്നെ ബർഗറും ഒക്കെയാണ് കഴിച്ചത്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ ഏകദേശം 9:15 ആയിട്ടുണ്ട്. ഫിനിഷിംഗ് ടൈമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ എല്ലാവരും എണീക്കാൻ കുറച്ച് ലേറ്റായി. ഇന്നലത്തെ ആ വാട്ടർ സ്ലൈഡും പിന്നെ പൂളിൽ കളി എല്ലാം കൂടെ ഞങ്ങൾ കുറച്ച് ടയേർഡായിപ്പോയി. ഇത് റിസോർട്ടിലെ ടെന്നീസ് കോർട്ടാണ്. ഇവിടെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇത് റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻ്റ് ഔട്ട്ഡോർ സീറ്റിംഗ് ആണിത്. അപ്പോൾ ഞങ്ങൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് വിചാരിച്ച പോലെ തന്നെ നല്ല റഷായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫിനിഷിംഗ് ടൈമായി. Oh, can you make it with masala syrup? Wow. No. അങ്ങനെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയി വീണ്ടും സ്വിംവെയർ ഒക്കെ ഇട്ട് വന്ന് ബീച്ച് ഏരിയയിലേക്ക് പോവാണ്. ഇന്നാണ് ഞങ്ങൾ ബീച്ച് ഏരിയയിലൂടെ നടക്കുന്നത്. ഒരു സോഫ്റ്റ് മ്യൂസിക്കും പിന്നെ ബീച്ചിൽ നമ്മൾ വേവ്സിൻ്റെ ആ ഒരു സൗണ്ടും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇതിൽ നടക്കാൻ. ആ കാണുന്ന ഏരിയയിലാണ് വാട്ടർ സ്പോർട്സ് നടക്കുന്നത്. ഞങ്ങളുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സ്റ്റാൻഡപ്പ് പാഡ്ലിങ്ങും കയാക്കിങ്ങുമാണ്. അതുകൂടാതെ വാട്ടർ സ്കൂട്ടറും പിന്നെ പാരസെയിലിങ്ങും ഉണ്ട്. അത് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. അങ്ങനെ ഒരു 12:30 വരെ അവിടെ സ്പെൻഡ് ചെയ്ത് 1:30 ഞങ്ങൾ ആ റിസോർട്ടിന് ചെക്ക് ഔട്ടായി. അങ്ങനെ ഞങ്ങൾ ഒരു 3 o'clock ആയപ്പോൾ ഡ്രീം ലാൻഡ് വാട്ടർ തീം പാർക്കിലെത്തി. ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും 3:15 അകത്ത് കയറിയപ്പോൾ പിന്നെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്ലൈഡ്സിലൊക്കെ കയറൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3:30 ആയി. 6:30 വരെ അവിടെ ടൈമുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാക്സിമം ഞങ്ങൾ വാട്ടർ സ്ലൈഡ്സിൽ എൻജോയ് ചെയ്യായിരുന്നു. ഇതുപോലെയുള്ള സൈറ്റ്സിൽ ഓഫേഴ്സ് കാണുമ്പോൾ ആ ഹോട്ടലിനോ റിസോർട്ടിനോ ഡയറക്റ്റായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുറഞ്ഞ ചിലവിൽ ഇതുപോലെയുള്ള 4-star റിസോർട്ടിലൊക്കെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ചാൻസ് കിട്ടും. സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.